بسم الله الرحمن الرحيم. നബിയുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഇവരൊക്കെ മൗലിദ് ആഘോഷിച്ചു എന്ന പേരിൽ ഇവർക്ക് പ്രചരിക്കുന്നുണ്ട്. എന്താണ് അതിനെ സത്യം? ഏതാനും ദിവസങ്ങളായി വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ വ്യാപകമായി കാണുന്ന ചില പോസ്റ്ററുകളാണ് അത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മീലാദിന്റെ മഹത്വം പറഞ്ഞത്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മീലാദിന്റെ മഹത്വം പറഞ്ഞത്, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞത്, അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞത് റളിയല്ലാഹു അൻഹു, അതേപോലെ ഹസൻ ബസരി, ഇങ്ങനെ തുടങ്ങി സ്വഹാബിമാരും താബിഈങ്ങളും ഒക്കെ പറഞ്ഞ ചില വാക്കുകൾ എന്ന പേരിൽ യഥാർത്ഥത്തിൽ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് അത് കേട്ടത്, ആരോടാണ് അത് പറഞ്ഞത്, അത് എവിടെയാണ് രേഖപ്പെടുത്തപ്പെട്ടത് എന്ന ചോദ്യത്തിനൊന്നും യഥാർത്ഥത്തിൽ ഉത്തരമില്ല. പിൽക്കാല ഗ്രന്ഥങ്ങളിൽ ഒരു 10, 250, 300 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട ചില ഗ്രന്ഥങ്ങളിൽ അവ കാണുന്നു എന്ന് മാത്രം. ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനമായി ഇആനത്തുൽ ത്വാലിബീനിൽ 3-ാം വാള്യത്തിന്റെ അവസാന ഭാഗത്ത് താങ്കൾ പറഞ്ഞ ഈ പരാമർശങ്ങൾ കാണാൻ കഴിയും. അല്ലെങ്കിൽ ഇബ്നു ഹജർ ഹൈതമി അത് പറഞ്ഞു എന്ന പേര് പറയപ്പെടാറുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ അത് നേരെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ എന്റെ അറിവിന്റെ കുറവുണ്ടായിരിക്കാം. ഉണ്ടെങ്കിലും ഇബ്നു ഹജർ ഹൈതമി ജനിച്ചത് 1909 അഥവാ ഒരു 400-500 കൊല്ലത്തിനുള്ളിലേ ആയിട്ടുള്ളൂ എന്നർത്ഥം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇബ്നു ഹജർ ഹൈതമി ഏതായാലും കേൾക്കില്ല. അവർക്കിടയിൽ 9.5 നൂറ്റാണ്ട് കാലത്തെ വിടവുണ്ട്. എങ്കിൽ അവരൊക്കെ പറഞ്ഞതെങ്കിൽ അത് എവിടെയുണ്ട്? അവിടെ പേര് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മാത്രം വരുന്ന ഹദീസുകളെ മാത്രം ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളുണ്ട്. മുസ്നദ് സിദ്ദീഖ്, മുസ്നദുൽ ഫാറൂഖ് എന്ന പേരിൽ ഉമർ ഫാറൂഖിൽ നിന്ന് സിദ്ദീഖുൽ അക്ബറിൽ നിന്നൊക്കെയുള്ള ഹദീസുകളെ, ആ പരമ്പരകളെ മാത്രം ക്രോഡീകരിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാപണ്ഡിതന്മാരുണ്ട്. അവിടെയോ അല്ലെങ്കിൽ ആദ്യകാല പണ്ഡിതന്മാരോ അവരാരും ഇത് രേഖപ്പെടുത്തിയതായി ഇതുവരെ ഒരു മുസ്ലിയാരും എവിടെയും പറഞ്ഞിട്ടില്ല. പിൽക്കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ട വ്യാജമായ ചില വാർത്തകൾ മാത്രമാണ് അത്. മാത്രവുമല്ല, ഹിജ്റ 1-ാം കൊല്ലം മുതൽ ഹിജ്റ 500 കൊല്ലം വരെയുള്ള 5 നൂറ്റാണ്ട്, ആദ്യത്തെ 5 നൂറ്റാണ്ട്, ആ 5 നൂറ്റാണ്ടുകളിൽ ലക്ഷക്കണക്കായ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറെ പണ്ഡിതന്മാർ ജീവിച്ചു പോയിട്ടുണ്ട്. അവരാരുടെയെങ്കിലും ഗ്രന്ഥങ്ങളിലോ വാക്കുകളിലോ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും കാണുക സാധ്യമല്ല. ഇമാം ഷാഫിയുടെ കിതാബുകളിലോ, അബൂ ഹനീഫ ഇമാമിന്റെ കിതാബിലോ, ഇമാം അഹ്മദിന്റെ ഗ്രന്ഥങ്ങളിലോ, ഇമാം ബുഖാരിയുടെ ഗ്രന്ഥങ്ങളിലോ, വേണ്ട മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബുകളിൽ പോലുമോ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും കാണുക സാധ്യമല്ല. ഹിജ്റ 630 മരിച്ച മുദഫർ എന്ന് പറയുന്ന രാജാവിനാണ് ഇതാദ്യമായി ആരംഭിക്കുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ല അൽ ബിദായത്ത് വന്നിഹായ എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നവവി ഇമാമിന്റെ ഉസ്താദായ അബൂ ശാമ റഹിമഹുല്ല അൽ ഹവാദിസ് വൽ ബിദഅ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുയൂത്തി റഹിമഹുല്ല അദ്ദേഹത്തെ അൽ ഹാബിൽ ഫത്താവ എന്ന ഫത്വ സമാഹാരത്തിൽ ഹുസ്നുൽ മഖ്സദി ഫി അമലിൽ മൗലിദി എന്ന അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിലാണെങ്കിൽ സമസ്ത അംഗീകരിക്കുന്ന പണ്ഡിതനായ തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന പുസ്തകത്തിന്റെ 457-ാമത്തെ പേജിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മുമ്പ് പതിവില്ല, 300 ശേഷം വന്നതാണ്. തഴവ യഥാർത്ഥത്തിൽ മൗലിദ് കഴിക്കാൻ പറഞ്ഞ ആളാണ്, കൂലി കിട്ടുമെന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം പറഞ്ഞത് നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലൊക്കെ ഓതണം, എന്നാൽ എല്ലാ മുസീബത്തും ഒഴിവായി കിട്ടും എന്ന് പറഞ്ഞ ആളാണ് തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ. അദ്ദേഹം തന്നെയും പറഞ്ഞു അത് പണ്ടില്ലാത്തതാണ്.
മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ. അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മുമ്പ് പതിവില്ല, ഹിജ്റ 300 ശേഷം അഥവാ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായി വന്നൊരു ആചാരമാണ്. അത് സഹാബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സീറത്തുൽ ഹലബിയ്യ എന്ന കിതാബിന്റെ 1-ാം ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശേഷം അദ്ദേഹം പറഞ്ഞു, മലിക്കുൽ മുസഫർ ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവരാണു വന്ധർമ്മിഷ്ടന, മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ. മുസഫർ രാജാവ്, ഇർബൽ എന്ന നാട് ഭരിച്ച മുസഫർ രാജാവാണ് ഇത് തുടക്കമിട്ടത്. അദ്ദേഹം തുടങ്ങിയ മൗലിദോ അദ്ദേഹം ശേഷം പറയുന്നു, മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. ചുരുക്കി പറഞ്ഞാൽ 3 ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലിദ് കഴിക്കാനെന്ന. 5000 ആട്, 10,000 കോഴി, 1,30,000 പാത്രങ്ങളിൽ വ്യത്യസ്തങ്ങളായ മധുര പലഹാരങ്ങൾ, ഇതെല്ലാം ഒരുക്കി ഉലമാക്കൾ അനവധി ഹാജരുണ്ടതിലന്ന്, കൂടാതെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. ഉലമാക്കളും സൂഫികളുമൊക്കെ അതിൽ വന്ന് കൂടാറുണ്ട്. അതാണ് 1-ാമത്തെ മൗലിദ്. അന്ന് മൗലിദ് ഉണ്ടാക്കി കൊടുത്ത ആളാരാ? ശൈഖ് ഇബ്നു ദഹിയ. മൗലിദ് ഒന്ന് രചിക്കലായി രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി, സമ്മാനമായി പൊന്നായിരം നൽകുന്നതായി എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതായി. ഇബ്നു ദഹിയ എന്ന് പറയുന്ന മുസ്ലിയാര് അന്ന് മൗലിദ് ഉണ്ടാക്കി കൊടുത്തു എന്ന് പാടാൻ വേണ്ടി. അതാണ് 1-ാമത്തെ മൗലിദ്. ഇത് കണ്ട രാജാവിന് സന്തോഷമായി 1000 ദീനാറ് അന്ന് കൈമടക്കം കൊടുത്തു. ചില മൂലയന്മാർ ഇപ്പൊ പറയും വഹാബികൾ നബിദിനം പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഉഷാറായി പോയി, ഇപ്പൊ ഭയങ്കര ആവേശത്തിലാണ്. എത്ര ഉഷാറായാലും തുടങ്ങിയത്ര ഉഷാറിപ്പല്ല. 800 കൊല്ലം മുമ്പ് മൗലിദ് ഓതിയ മുസ്ലിയാർക്ക് 1000 ദീനാർ കൈമടക്കി. ഇപ്പൊ എവിടെങ്കിലും ഉണ്ടത്? 800 കൊല്ലം മുമ്പ് 1000 രൂപല്ല, 1000 ദീനാർ, 5000 ആട്, 10,000 കോഴി, 1,30,000 പാത്രങ്ങളിൽ ഹലുവ. ഇതൊന്നുണ്ടോ? അപ്പൊ ഇതാണ് തുടക്കം. അതാണ് 1-ാമത്തെ മൗലിദ്. അതുകൊണ്ടാണ് ഫാക്കിഹാലി റഹിമഹുല്ലാ പറഞ്ഞത്, ലാ അഅ്ലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ അൽ മുതമസ്സികൂന ബിആസാരിൽ മുതഖദ്ദിമീൻ. ഈ മൗലിദിന് കിതാബിലോ സുന്നത്തിലോ ഒരു അടിസ്ഥാനമുള്ളതായി എനിക്കറിയില്ല. വലാ യുൻഖലു അമലുഹു, അതിന്റെ ഈ പ്രവർത്തനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല, അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ, മുസ്ലിം ഉമ്മത്തിലെ ഒരൊറ്റ പണ്ഡിതനിൽ നിന്നും. അൽ മുതമസ്സികൂന ബിആസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളുടെ കാൽപാദങ്ങളെ അപ്പടി പിൻപറ്റുന്ന മാതൃകായോഗ്യരായ ഒരു പണ്ഡിതനിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ബൽ ഹിയ ബിദ്അ, എന്നാൽ അത് ബിദ്അത്താണ്. അഹ്ദസഹൽ ബത്വാലൂന, ചില ബാത്ലീങ്ങൾ, ചില വിഡ്ഢികൾ, ചില ഭോഷന്മാരാണ് അത് ഉണ്ടാക്കിയത്. വൽതനാ ബിഹൽ അക്കാലൂന വശഹവതു നഫ്സിൻ, ചില സാപ്പാട്ട് വീരന്മാരും ചില സ്വാർത്ഥ താൽപര്യക്കാരുമാണ് അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ശേഷം അദ്ദേഹം അവസാനം പറയാ, വഹാദാ ജവാബി ബൈന യദയില്ലാഹി തആല ഇൻ അൻഹു സുഇൽതു. നാളെ റബ്ബിന്റെ കോടതിയിൽ മഹ്ശറിൽ വെച്ച് റബ്ബ് എന്നോട് ചോദിച്ചാൽ, ഫാക്കിഹാനി മൗലിദിനെ പറ്റി നിങ്ങൾക്ക് എന്താ ഇപ്പൊ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ, വഹാദാ ജവാബി ബൈന യദയില്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പിൽ പോലും ഈ ചോദ്യം വന്നാൽ ഈ മറുപടിയാണ് ഈ ഫാക്കിഹാനിക്ക് പറയാനുള്ളത് എന്ന് അബൂ അംറുൽ ഫാക്കിഹാനി അദ്ദേഹത്തിന് അൽ മൗലിദു ഫിൽ കലാമി അലാ അമലിൽ മൗലിദ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഇവിടെ എഴുതി കിട്ടിയിട്ടുണ്ട്. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്, മൗലിദ് ഓതുന്ന കുറെ ആളുകൾക്ക് ഒരു ഉദ്ദേശശുദ്ധി കൊണ്ടും നബിയെ ബഹുമാനിക്കുന്നതുകൊണ്ടും ഒക്കെ വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ് ഇഖ്തിദാഉ മുസ്തഖീം. ഇത് സ്വഹീഹാണോ എന്നാണ്. സ്വഹീഹാണോ അല്ലേ എന്നതിന് മുമ്പൊരു കാര്യം, ഇനി ഇബ്നു തൈമിയ്യ അങ്ങനെ പറഞ്ഞു നമ്മൾ വെറുതെ സങ്കല്പിക്കാം.
ഒരു സംഗതിക്ക് കൂലി കിട്ടുന്ന ഇബ്നു തൈമിയ്യ പറഞ്ഞാൽ അവിടെ കൂലി കിട്ടും. ഇബ്നു തൈമിയ്യ പറയാണ് ഒരു സംഗതി ചെയ്താൽ കൂലി കിട്ടും, അതുകൊണ്ട് മാത്രം അത് കൂലി കിട്ടുന്നതായി മാറും. ഇമാം ഷാഫി പറഞ്ഞു എന്നാൽ കൂലി കിട്ടും. ഒരു കാര്യം ചെയ്താൽ കൂലി കിട്ടുമെന്ന് പറയാൻ ആകെയുള്ള അധികാരം ദീനിന്റെ ഉടമയായ റബ്ബിന് മാത്രമാണ്. ആ റബ്ബിന്റെ വഹയ് പ്രകാരം നബിക്ക് പറയാം. വഹയില്ലാതെ നബിയും പറയില്ല. വഹയ് പ്രകാരമല്ലാതെ പ്രവാചകർ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കില്ല. സൂറത്തുൻ നജ്മ് 3-4 ആയത്തുകൾ. അപ്പോൾ ഏതാണ് സ്വർഗത്തേക്കുള്ള വഴി, ഏത് കാര്യം ചെയ്താലാ കൂലി കിട്ടുക, എന്തിനൊക്കെ കുറ്റമുള്ളത് എന്ന് പറയാൻ റബ്ബിന് മാത്രമേ അവകാശം. ആ റബ്ബിന്റെ വഹയ് പ്രകാരം നബി അല്ലാഹുവിന്റെ റസൂലും അത് പറയും. അല്ലാഹുവും റസൂലും അല്ലാത്ത മറ്റ് മൂന്നാമതൊരുത്തന് ഇന്ന കാര്യം ചെയ്താൽ ഇന്ന കൂലി കിട്ടും, ഇന്ന ചെയ്താൽ ഇത്ര പ്രതിഫലം കിട്ടും, അതുകൊണ്ട് ഇത് ഇത്ര പ്രാവശ്യം ചെല്ലണം, അത് ഇത്ര പ്രാവശ്യം ചെല്ലണം എന്ന് പറയാൻ അധികാരമില്ല. അവിടെയാണ് ബിദ്അത്തുകൾ മാറി നിൽക്കുന്നത്. പല സ്വലാത്തും ബിദ്അത്തായി നമുക്ക് പറയേണ്ടി വന്നതും അതുകൊണ്ടാണ്. പ്രത്യേക കൂലി പറഞ്ഞു, പ്രത്യേക എണ്ണം പറഞ്ഞു, പ്രത്യേക രീതി പറഞ്ഞു. ഈ വിദേശത്തൊക്കെ പറ്റിയ ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമ്മേളനം നടത്തുന്നില്ലേ, മുഖാമുഖം നടത്തിയില്ലേ, ഇതൊക്കെ നബി ചെയ്തതാണോ, എന്നാൽ അതും ബിദ്അത്താകണ്ടേ എന്ന് ചിലർ പറയാറുണ്ട്. അവിടെയാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. ഒരു ദിക്ർ, ഒരു സ്വലാത്ത്, ഒരു ദുആ, ഒരാൾ നമ്മൾക്ക് ഒരുപാട് ദുആ ചെയ്യലുണ്ട്, ജീവിതത്തിൽ പലതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയൊക്കെ ഹദീസിൽ വന്ന പ്രാർത്ഥനയാണോ എന്ന് ചോദിച്ചാലോ അല്ല. നമ്മൾ എന്തെല്ലാം ദുആ ചെയ്യുന്നു അതൊക്കെ ഹദീസിൽ വന്നതാണോ? അല്ല. ആകണമെന്നുണ്ടോ? ഇല്ല. എന്നാൽ ഒരാൾ 10 കൊല്ലമായി 5 വക്ത് നിസ്കാര ശേഷം സ്ഥിരമായി അയാളുടെ ജീവിതത്തിൽ പ്രശ്നം തീരാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ബിദ്അത്താണോ? അല്ല. അങ്ങനെ അയാളെ പ്രശ്നം തീർന്നു. അപ്പൊ അയാൾ പുസ്തകം ഉണ്ടാക്കി, ഈ പ്രശ്നം വന്നാൽ ചൊല്ലേണ്ട ദുആ ഇതാകുന്നു. ഇത് എല്ലാ 5 വക്ത് നിസ്കാരത്തിന് ശേഷവും ചൊല്ലൽ സുന്നത്താണ്. അത് 3 വട്ടം ചുരുങ്ങിയിൽ ചെല്ലണം, അല്ലെങ്കിൽ 100 പ്രാവശ്യം ചെല്ലണം, എങ്കിൽ 10 കൊല്ലം കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് എന്ന് എഴുതിയാൽ അതോടുകൂടി വിദേഹത്തായി മാറി. വിദേഹത്തായി മാറി. അതാണ് ഈ പറയപ്പെട്ട പലതിനും സംബന്ധിച്ചത്. ഉദാഹരണം നാരിയാ സ്വലാത്ത്. പഴയ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ അതേ പുസ്തകത്തിൽ അതേക്കുറിച്ച് പറഞ്ഞത് എന്താ? മുടങ്ങാതെ 11 ഓതിയാൽ ഒരു നിത്യവും ചൊരിക്കുന്നതാണ് രുസ്തവന് ഭൂവനം വാനവും. സുബ്ഹിക്ക് ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം മൂത്തവൻ ചൊല്ലേണ്ടതാ. മുടങ്ങാതെ 11 പ്രാവശ്യം ചൊല്ലിയാൽ ആകാശവും ഭൂമിയും അവ റിസ്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന. എന്തു വേണം? സുബ്ഹിക്ക് ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം മൂത്തവൻ ചൊല്ലേണ്ടതാ. സുബ്ഹിക്ക് ശേഷമാണ് ചൊല്ലേണ്ടത് എന്ന നിയമം അവൻ ഓർക്കണം. ഇങ്ങനെ വെക്കാൻ ആർക്കും അധികാരമില്ല. പിന്നെ അതിന് എണ്ണം 44 പറഞ്ഞു, 111 പറഞ്ഞു, 313 പറഞ്ഞു, 1000 പറഞ്ഞു, അതേപോലെ അവസാനം പറഞ്ഞു അതിന്റെ 4000 വേണ്ടുന്നതാ, 440 4 ചേർന്നതാ. ഈ അതത് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. അവസാനത്തെ എണ്ണം 4444. അതിന്റെ 4000 വേണ്ടുന്നതാ, അതിനറ്റം 4000, 440 4 ചേർന്നതാ. 4000 പ്ലസ് 440 പ്ലസ് 4, 4444. ഈ അതത് മുഴുവൻ ചൊല്ലിത്തീർത്താൽ ഏതു പ്രയാസവും ഉടനെ ഒഴിവായി കിട്ടും. അത് പറയാൻ അള്ളാഹുവിനും അവന്റെ റസൂലിനും മാത്രമേ അവകാശമുള്ളൂ. ബദർ മാലയെ പറ്റി പറഞ്ഞെന്താ? എറേമീകന്തുള്ള വരുത്തത്തിൽ ഇന്ദർ സഹാബികൾ പേരിനെ ചൊല്ലുകില് കുറിമുടിയും മൂലം പള്ള തന്നെ കുട്ടി പിറക്കേരിൽ ഇല്ലാശക്കുന്നവർ. പ്രസവവേദന ഉണ്ടാകുമ്പോ ബദർമാല പാടിയാൽ ചൊല്ലി തീരും മുമ്പ് കുട്ടി പിറക്കും, ശക്ക് വേണ്ട. അത് പറയാൻ ഒരാൾക്കും അധികാരമില്ല. നഫീസത്തുമാല ചൊല്ലിയാൽ പ്രസവം സുഖമാകും, അത് പറയാൻ ആർക്കും അധികാരമില്ല. എന്റെ നാട്ടിൽ ഒരു ഹുദവി ഒരു ലേഖനം എഴുതി. പണ്ടൊക്കെ നഫീസത്തുമാല ചൊല്ലിയാൽ പ്രസവിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ അത് ചൊല്ലിയിട്ട് പ്രസവിക്കുന്നില്ല. കാരണം നമുക്ക് ഈമാൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇതും കൊണ്ട് അദ്ദേഹത്തെ ചെന്ന് കണ്ടു. എന്റെ ജ്യേഷ്ഠൻ നിലപാട് പുറത്താകില്ല. ഞാൻ കണ്ടുവച്ചാൽ എന്താ ഇക്കൊക്കെ എഴുതിയിരിക്കുന്നത്? മാത്രം ഇത് എഴുതിയ നിന്റെ ഭാര്യ പ്രസവിച്ചത് ഹോസ്പിറ്റലിലാണല്ലോ.
അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈമാൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളൊക്കെ ഈമാൻ ഇല്ലാ പിന്നെ നാടന്മാർക്ക് ഈമാൻ ഉണ്ടാവുമോ? അത് നിങ്ങളൊക്കെ നബിമാരെ ചൊല്ലിയിട്ട് പ്രസവിക്കും എന്നുള്ളത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തണ്ടേ? അപ്പോഴല്ലേ അവർക്ക് ഈമാൻ വർദ്ധിക്കുള്ളൂ. അദ്ദേഹം പറഞ്ഞു പരിഹസിക്കൊന്നും വേണ്ട, ഈമാൻ ഉണ്ടെങ്കിൽ പ്രസവിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ ഈമാൻ ഇല്ലെങ്കിലും പ്രസവിക്കും. അല്ലാഹുവിനെ വെച്ച സംവിധാനം അങ്ങനെയാണ്. ഗർഭമുണ്ടായി 9 മാസം പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് ഈമാൻ ഉണ്ടോ നോക്കിയിട്ടല്ല പ്രസവം നടക്കുക. ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ആടും പശു ഒക്കെ പ്രസവിക്കുന്നുണ്ട്. ഇതൊക്കെ ഈമാൻ ഉണ്ടായിട്ടാ? അത് റബ്ബ് വെച്ച സിസ്റ്റം അങ്ങനെയല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ ഈ നിലയ്ക്ക് സവിശേഷത കൽപ്പിക്കുന്നു, അവിടെ ബിദ്അത്താകുന്നു. പറഞ്ഞു വന്നത് നബിദിനം ആഘോഷിച്ചാൽ കൂലി കിട്ടും എന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞു വിചാരിക്കാം. ഇനി ഞങ്ങൾ ഇവിടുന്നൊക്കെ പാടെ കൂട്ടും ഇവിടുന്ന് പ്രഖ്യാപിച്ചു കഴിക്കാം നിങ്ങളൊക്കെ ആഘോഷിച്ചോളി കൂലി കിട്ടും എന്ന് പ്രഖ്യാപിച്ചാൽ അത് കൂലിട്ടുമായി മാറുമോ? ഇല്ലല്ലോ. ഇനി ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇബ്നു തൈമിയ്യയുടെ കിതാബിലെ പേരെന്നെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം ലിമുഖാലഫത്തി അസ്ഹാബിൽ ജഹീം എന്നാണ് ആ കിതാബിലെ പേരെന്നെ. ആ പേര് കേട്ടൊരുത്തന് പിന്നെ അതിലിതുണ്ടെന്ന് പറയില്ല. ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം നേരായ വഴിയെ അറിയിക്കുന്നു. ഏതാ നേരായ വഴി? ലിമുഖാലഫത്തി അസ്ഹാബിൽ ജഹീം നരകക്കാർക്ക് എതിരായി സിറാത്തുൽ മുസ്തഖീം ഏതാണെന്ന് പഠിപ്പിക്കുന്ന കിതാബ് എന്നാണ്. എന്നിട്ട് ജൂത ക്രൈസ്തവരുടെ എതിരാകാനുള്ള വിഷയം പറഞ്ഞു. ഓരെ പിന്നെ പിൻപറ്റാൻ പാടില്ല, പിന്തുടരാൻ പാടില്ല, അവരെ പോലെ പിന്നെ ഒന്നും പാടില്ല, വലാ ബറാ ഒക്കെ പഠിപ്പിച്ചു. ഇത് പറഞ്ഞപ്പോൾ കാര്യം ഓർമ്മ പറയാം, സമയം വൈകിട്ടുണ്ട്. വലാ ബറാ പോലെ വിഷയമാണല്ലോ. സ്റ്റേജുമ്പ അല്ലാത്തവരെ കയറ്റാൻ പാടില്ല, രാഷ്ട്രീയക്കാരെ വിളിക്കാൻ പാടില്ല, മറ്റുള്ള മതസ്ഥരെ കയറ്റാൻ പാടില്ല, പല ചർച്ചയുണ്ടല്ലോ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ തന്റെ ഇക്കിതാബിൽ ഈ ചർച്ചയെല്ലാം പറഞ്ഞിട്ട് 112-ാമത്തെ പേജിൽ അദ്ദേഹം പറയാണ് ഈ പറഞ്ഞതൊക്കെ ഇസ്ലാമിക രാജ്യത്താണ്. എന്നാൽ അമുസ്ലിമീങ്ങൾ ഭരിക്കുന്ന രാജ്യത്തോ അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളുമായി യുദ്ധം നടക്കുന്ന രാജ്യത്തോ ഒക്കെയാണെങ്കിൽ അവിടെ ബാഹ്യമായ പ്രത്യക്ഷമായ കാര്യങ്ങളിൽ അവരോട് കൂട്ടുകൂടൽ സുന്നത്തോ നിർബന്ധമോ ആണ്. 2 കാര്യത്തിൽ. 1 അവർക്ക് ദഅവത്തെത്തിക്കാൻ, 2 അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഷർറുകളെ തടയാൻ. അദ്ദേഹം അന്നെഴുതിയ കിതാബ് ഏതായിരുന്നാലും ആ കിതാബിൽ അദ്ദേഹമൊക്കെ പറഞ്ഞിട്ട് അവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കലൊക്കെ പറഞ്ഞു. ശേഷം പറഞ്ഞു ഈ ജൂത ക്രൈസ്തവരോട് സാദൃശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിമീങ്ങളിൽ ചില ആഘോഷങ്ങൾ വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങൾക്ക് സവിശേഷത കൽപ്പിച്ചുകൊണ്ടും ചില വ്യക്തികൾക്ക് സവിശേഷത കൽപ്പിച്ചുകൊണ്ടും ചില ദിവസങ്ങൾക്ക് സവിശേഷത കൽപ്പിച്ചുകൊണ്ടും ഒക്കെ പലരും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പെട്ടതാകുന്നു നബിദിനാഘോഷം എന്ന് പറഞ്ഞിട്ട് ആ ചർച്ച അദ്ദേഹം ആരംഭിക്കുന്നത് തന്നെ. ഇത് വിദേഹത്താണ് എന്നും ഇത് ക്രൈസ്തവരോട് സാദൃശ്യം പുലർത്തിക്കൊണ്ട് തുടങ്ങിയതാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. അദ്ദേഹം പറയാണ് ഇതൊരിക്കലും സലഫുകളുടെ മാർഗമല്ല, മുൻഗാമികളുടെ മാർഗമല്ല. അവര് നമ്മളെക്കാൾ ഖൈറിന് ആഗ്രഹമുള്ളവരായിരുന്നു അവർ. അന്നാവട്ടെ അവർക്ക് ഇത് ദീനിയായതാണെങ്കിൽ ഇത് പ്രാവർത്തികമാക്കാൻ ഒരു തടസ്സവും അവർക്കില്ല. നമ്മളെക്കാൾ നബിയെ സ്നേഹിച്ചവരും അവരാണ്. എന്നിട്ടും അവരാരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ വഴിയാണ് സ്വീകരിക്കേണ്ടത്, ഇത് ബിദ്അത്താണ് എന്നൊക്കെ പറഞ്ഞു. ശേഷം അദ്ദേഹം ഇത് ആഘോഷിക്കുന്ന ആളുകളെ പറ്റി ചർച്ച ചെയ്യാം. അപ്പൊ അദ്ദേഹം ചില സാധുക്കള് വളരെ ആത്മാർത്ഥമായി നബിയുള്ള സ്നേഹം എന്ന പേരിൽ ആ സ്നേഹം കൊണ്ട് ഇത് ചെയ്യുന്നവരുണ്ട്. ചിലർ നസാറാക്കളോട് സാദൃശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇത് ചെയ്യുന്നത്. ചിലർക്ക് ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചിലരെന്താണ് അത് യഫ്അലുഹു, ചില ആളുകൾ ഇത് ചെയ്യുന്നു, അവർക്കൊരു പക്ഷെ കൂലി കിട്ടിയേക്കാം. എന്തിന്? ആ മഹബ്ബത്തിന് കൂലി കിട്ടിയേക്കാം. ലാ അലൽ ബിദ്അഇ, ഈ ബിദ്അത്തിനല്ല കൂലി, ഈ ബിദ്അത്തിനല്ല കൂലി എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം കാരണം പറഞ്ഞു വെച്ചാല് മുഅ്മിനായ സ്വാലിഹായ മനുഷ്യൻ ചെയ്യുമ്പോൾ തെറ്റാകുന്ന സംഗതി ചിലപ്പോൾ ഒരു കുറ്റവാളിയായ തെമ്മാടിയായ മനുഷ്യൻ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ എതിർക്കേണ്ടിണ്ടാവൂല. 5 വക്ത് നിസ്കരിക്കുന്ന നല്ല മുത്തക്കയായ ഒരാള് ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ആ ഗൗരവത്തിൽ അതൊന്നുമില്ലാത്ത താൻ തോന്നിയവായി സജീവിക്കുന്ന ഒരാള് അയാൾ തെറ്റ് ചെയ്യുമ്പോൾ പക്ഷെ ഇങ്ങനെ തന്നെ പറയേണ്ടതില്ല. കാരണം ആ തെറ്റ് ഒഴിവാക്കിയാൽ ഒരു പക്ഷെ അതിനും വരെ തെറ്റിലേക്ക് അയാൾ പോകും. അപ്പൊ അതിനേക്കാൾ നല്ലത് ഈ തെറ്റും നിന്നോട്ടെ എന്ന് വിചാരിക്കലാണ്. ആ തത്വം വെച്ച് അദ്ദേഹം ഇത് സ്ഥാപിച്ചത്.
ഇന്ന് അദ്ദേഹം പറഞ്ഞു ഇതിൽ ചെലവാക്കിയില്ലെങ്കിൽ ആ പൈസ ഒരു പക്ഷെ അതിനേക്കാളും വലിയ മറ്റു വഴിക്ക് പോകും. അപ്പൊ അതിനേക്കാളും ഒരു ഗൗരവം കുറയൽ ഇതിനാണല്ലോ എന്ന തത്വം. ശേഷം അദ്ദേഹം ഇമാം അഹ്മദിന്റെ മദ്ഹബിൽ ഖുർആൻ മുസ്ഹഫ് അലങ്കരിക്കാൻ പാടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ രാജാക്കന്മാർ സ്വർണം കൊണ്ട് മുസ്ഹഫ് ഉണ്ടാക്കുന്നുണ്ട് എന്ന വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ചെലവഴിച്ചോട്ടെ, ഇല്ലെങ്കിൽ ആ പണം പോകുന്നത് വല്ല ഹറാമിനോ മറ്റു തോന്നിയാസങ്ങൾക്കോ ആയിരിക്കാം. തൽക്കാലം മുസ്ഹഫിനല്ല, ആയിക്കോട്ടെ, ഓരോട് തൽക്കാലൊന്നും പറയാൻ പോണ്ട, അവരതെങ്കിലും ചെയ്യട്ടെ എന്ന് ഇമാം അഹ്മദ് പറഞ്ഞിട്ടുമുണ്ട് എന്ന തത്വത്തിലാണ് അദ്ദേഹം ആ പദപ്രയോഗം നിർവഹിച്ചത്. ഇത് ബിദ്അത്താണ് എന്നും സലഫുകൾക്ക് പരിചയമില്ല എന്നും മുൻഗാമികൾ തയ്യാറാണ് എന്നും അതുകൊണ്ട് അവിടെ മാർഗമാണ് പിൻപറ്റേണ്ടത് എന്നും എല്ലാം പഠിപ്പിച്ചിട്ട് ചില ആളുകൾ ഇങ്ങനെയൊക്കെ ചില ആളുകളുണ്ട്, അവര് ഒരു പക്ഷെ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ ആ പണം അതിനേക്കാളും ഗൗരവമുള്ള വഴിയിലേക്ക് ചെലവഴിക്കുമെന്നാണെങ്കിൽ എന്നാ പിന്നെ ഗൗരവം കുറഞ്ഞതിൽ ചെലവഴിച്ചോട്ടെ എന്ന് പറയാം. ആ ബിദ്അത്തിന് അപ്പോഴും കൂലില്ല. അവർ ആ മഹബത്തിന് ഒരു പക്ഷെ അള്ളാഹു കൂലി കൊടുത്തേക്കാം എന്നൊരു പദപ്രയോഗം അതിന് വന്നിട്ടുണ്ട്. എന്നല്ലാതെ മൗലിദ് കഴിക്കാന്നോ അതിന് കൂലി കിട്ടുന്നോ അത് സുന്നത്താണ് എന്നൊന്നും അദ്ദേഹം അവിടെ പ്രതിപാദിച്ചിട്ടുമില്ല. ഇമാം സുയൂത്തിയുടെ അൽഹാദിൽ ഫതവയിൽ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന അമലുൽ മൗലിദ് ബിദ്അത്ത് എന്ന് പറയുന്ന ആ ഒരു ഭാഗം, ഈ അമലുൽ മൗലിദ് എന്നുള്ളത് ആമുൽ മൗലിദാണ്. അത് രാജാക്കന്മാരുടെ കാലത്ത് ആ ഒരു സമയത്തുള്ളതാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനെന്തിന് അടിസ്ഥാനമുണ്ട്? അത് മുസ്ലിയാക്കന്മാർ അങ്ങനെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അമലുൽ മൗലിദ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഈ അമലാണ്. മൗലിദിന് മുമ്പേ ഉണ്ട്, ഈ കാണുന്ന രൂപത്തിലാണ് മുദഫർ ഉണ്ടാക്കിയത്. ഇപ്പൊ കാണുന്ന രൂപത്തിന് മുദഫർ ഉണ്ടാക്കി, അതിന് മുമ്പേ ഇത് സമ്പ്രദായമുണ്ട് എന്ന് ചിലർ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ മുദഫർ രാജാവിന് മുമ്പ് ഈ രൂപത്തിൽ അല്ലാതെ മറ്റേതെങ്കിലും രൂപത്തിൽ ആരാ ചെയ്തത് എന്ന് ചോദിച്ചാൽ പറയാൻ സാധ്യവുമല്ല. അള്ളാഹു റസൂൽ 23 കൊല്ലം ജീവിച്ചു നബി ആയതിനു ശേഷം. അന്ന് വല്ലതും ചെയ്തോ? ഒന്നുമില്ല. ശേഷം സഹാബിമാർ 100 കൊല്ലത്തോളം ജീവിച്ചു. 30 കൊല്ലം 4 ഖലീഫന്മാർ ഭരണം നടത്തി. നബിയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ 48 കൊല്ലം ജീവിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു 46 കൊല്ലം ജീവിച്ചു. ഇവരൊക്കെ ജീവിച്ചിട്ട് അവരാരെങ്കിലും റബീഉൽ അവ്വൽ മാസത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തോ? ഒന്നുമില്ല. ഇമാം ഷാഫി വല്ലതും ചെയ്തോ? ഇമാം മാലിക് വല്ലതും ചെയ്തോ? ആരും ഒന്നും പഠിപ്പിച്ചില്ല. അതുകൊണ്ട് മറ്റൊരു കേവലം ദുർന്യായമാണ് എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ വേണ്ടെന്നാണ് അത് അവരൊക്കെ അന്ന് തൽക്കാലം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അത് മാറി ഈ രൂപത്തിലേക്ക് ആയതാണ് മുദഫറാജാന്റെ കാലത്ത് എന്ന് സ്ഥാപിക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞു, ഹിജ്റ 500 മുമ്പ് രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിലും ഇത് കാണുക സാധ്യമല്ല. ഈ ചില മിസ്റ്റേക്കം ഇനിയുമെന്ന് പറയും, ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്, ഇമാം ഷാഫി 500 മുമ്പല്ലേ, ഇമാം ഇബ്നു ജൗസി പറഞ്ഞിട്ടുണ്ട് അത് 500 മുമ്പല്ലേ എന്നൊക്കെ പറയും. ഓരൊക്കെ പറഞ്ഞു എന്ന് ഇപ്പോഴുള്ളവൻ പറയാണ്, അവരൊക്കെ പറഞ്ഞു എന്ന് പിന്നെ ഇക്കാലത്തുള്ളവൻ പറയാം. അതുകൊണ്ട് കാര്യമില്ല, അത് ആർക്കും ആരെ പറ്റും പറയാനോ. നേരെ മറിച്ച് ഇമാം ഷാഫിന്റെ കിതാബിലുണ്ടോ, ഇമാം മാലിക്കിന്റെ കിതാബിലുണ്ടോ, ഇമാം അഹ്മദിന്റെ കിതാബിലുണ്ടോ, ഇമാം ബുഖാരിന്റെ കിതാബിലുണ്ടോ, അങ്ങ് തുടങ്ങി ഹിജ്റ 500 മുമ്പ് രചിക്കപ്പെട്ട ഏതെങ്കിലും ഗ്രന്ഥത്തിൽ ഇത് കാണുമെന്ന് ഏത് മുസ്തേക്കമാണ് പോയി ചോദിച്ചോളി, എവിടെയും കാണിച്ചില്ല. ഏത് പള്ളിക്ക് എത്ര വലിയ സഖാഫിയും കാമിലായിക്കോട്ടെ, അവർ ധൈര്യമായി ചോദിക്കാം, ഞങ്ങളുടെ നാട്ടിൽ മുഖാമുഖത്തെ വഹാബികൾ ഇങ്ങനെ പറഞ്ഞു, അത് ശരിയാണോ? അല്ല എന്ന് പറഞ്ഞാൽ എഴുതി തരാൻ പറയാം. അത് സംഘാടകരെ കൊണ്ട് ഏൽപ്പിക്കുക. 500 മുമ്പ് രചിക്കപ്പെട്ട ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരാമർശം കാണുന്നില്ല. മുദഫർ രാജാവ് ഉണ്ടാക്കി, അദ്ദേഹം മരിച്ചത് 630. ആ കാലഘട്ടത്തിൽ മുതലുള്ള കിതാബുകളെ ഈ ചർച്ച കാണൂ. അവിടെ ഇങ്ങോട്ടുള്ള അന്ന് അവിടെ സന്നിഹിതരായവരും തൊട്ടടുത്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചവരും ഒക്കെയായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ മാത്രമേ